ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ട്രെൻഡിങ് ആയ ഒരു പ്രൊഡക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ്, എല്ലാ ലേഡീസിനും യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ഒരു കുഞ്ഞൊരു ലൈക്ക് കൊണ്ട് തരാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും മുതിർന്നവർക്കും ലേഡീസിനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐഡിയ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അതിനായിട്ട് നമ്മൾ എടുത്തുവെച്ചിരിക്കുന്നത് 2 തരം മെറ്റീരിയലാണ് എടുത്തുവെച്ചിരിക്കുന്നത്. കുറച്ച് കളർഫുൾ ആണെങ്കിൽ 2 തരം വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് 2 3 തരമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതുപോലെ നിങ്ങളുടെ കാർഡ്സ് എടുക്കാം. ഈ കാർഡ്സ് എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ ആദ്യം കറക്റ്റ് കാർഡ്സിന് 4 സ്ക്വയറായിട്ട് ഇങ്ങനെ വരച്ച് വയ്ക്കുക. നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു ഇതുപോലെ 4 വരയ്ക്കുക. എന്നിട്ട് 4 സൈഡിലേക്കും നിങ്ങൾക്ക് വേണ്ട തയ്യൽ തുമ്പ് ഇടണം. അത് നമ്മൾ 4 ഇഞ്ചാണ് ഇടുന്നത്. എന്നിട്ട് ശേഷം അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് തയ്ച്ചെടുക്കും, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മറിച്ചിട്ട ശേഷം നല്ല വശം വരുന്ന രീതിയിൽ ഇത് ഇടണം കേട്ടോ. ഇതിങ്ങനെ കാണാൻ പ്രിൻ്റ് ഭാഗം കാണാൻ ഭംഗിക്ക് വേണ്ടി ഇട്ടതാണ്. അപ്പോൾ നമ്മൾ നല്ല വശം വരുന്ന രീതിയിൽ വേണം ഇത് ഇടാനായിട്ട്. ഇട്ട ശേഷം നിങ്ങൾ ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് കൊടുക്കണം. ഇത്രയും സ്പേസ് വിടണം. ഇത് മറിച്ചിടാൻ വേണ്ടിയിട്ട് നല്ല വശം ചേരുന്ന രീതിയിൽ ഈ 4 സൈഡും 4 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ക്ലോസ് ചെയ്യാം. ഇത്ര സ്പേസ് നിങ്ങൾ ഗ്യാപ്പ് വെച്ചിട്ട് വേണം തയ്ക്കാൻ. എന്നിട്ട് നല്ല വശം വരുന്ന രീതിയിൽ തയ്ച്ച ശേഷം അത് തിരിച്ചിടുമ്പോൾ നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിലാക്കി കൊണ്ടുവരണം. നമ്മൾ ഇതുപോലെ 2 കഷ്ണം ക്ലോത്ത്, ഇതിനകത്ത് 2 ക്ലോത്ത് ഉണ്ട് കേട്ടോ. ഇതുപോലെ 2 കഷ്ണം ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് നേരത്തെ ചെയ്തതുപോലെ ഇപ്പോൾ നല്ല വശം തന്നെ വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, നല്ല വശം വരുന്ന രീതി വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്തതുപോലെ ഈ ഒരു ഭാഗം അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഇത്തിരി കുറച്ച് ഗ്യാപ്പ് ഇടുക. കുറച്ച് ദൂരം നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് തയ്ച്ചിട്ട് വരാം. ബാക്കിയുള്ള ഭാഗം മുഴുവനും തയ്ക്കോളം വരെ തയ്ച്ചെടുക്കാം. ഇനി തയ്ച്ച ശേഷം നമുക്കത് മറിച്ചിടണം. ഓക്കെ, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഫുൾ തയ്ച്ച ശേഷം മറിച്ചിടാം, നേരത്തെ ചെയ്തതുപോലെ തന്നെ. 4 സൈഡിലും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടണം. നല്ല വശമാക്കിയിട്ട് വെക്കണം. ഇത് മൊത്തത്തിൽ മറിച്ചിടാം. ഇനി നമ്മൾ ഇത്രയും സ്പേസാണ് വിട്ടിട്ടുള്ളത്. ഇനി ഇത് നമുക്കിത് മറിച്ചിടണം, നല്ല വശത്തേക്ക് ആക്കണം കേട്ടോ. ഇത് മറിച്ചിട്ടെ നമ്മൾ സൈഡൊക്കെ തയ്ച്ചിട്ട് ഇനി ഒരു ഭാഗം സൈഡ് ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തു. അതുപോലെ തന്നെ ഇനി ഇത് നമ്മൾ സൈഡിൽ ഫുള്ള് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നമ്മൾ ഫ്രണ്ട് ഭാഗത്തിൽ അടയാളം വെച്ചിട്ടുണ്ടായില്ലേ, ആ ഒരു ഭാഗം ഇതുപോലെ ഒരു സ്വല്പം ഇവിടെ ഇറക്കി കൊടുക്കണം. അത് ഇത്രയ്ക്കോളം ഇറക്കാം കേട്ടോ. ഇത്രയ്ക്ക് ഇറക്കിയിട്ട് വെച്ചു. അതിന് ശേഷം നമ്മൾ ഈ വരച്ച വരയുമ്പോൾ കൂടെ ഇവിടെയും പിന്നെ ഇപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ താഴെ ഇങ്ങനെ ഈ ഒരു ഭാഗം വരച്ചിട്ടുണ്ടായില്ലേ, ഈ വരച്ച ഞങ്ങൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ. കറക്റ്റ് ഈക്വലാക്കി വേണം വയ്ക്കാനായിട്ട്. 2 സൈഡിലോട്ടും ഒരേ അളവിൽ തന്നെ വേണം. ഇപ്പുറത്തെ സൈഡിലും ഒപ്പാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത്തിരി ഗ്യാപ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇവിടെ നമ്മൾ ഇത്തിരി ഗ്യാപ്പ് വിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഇത്ര ഭാഗം. അതേപോലെ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യാം. ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. വെൽവെറ്റ് ആയതുകൊണ്ട് ഇത്തിരി കട്ടിയൊക്കെ ഉണ്ട് തയ്ക്കുമ്പോൾ നമ്മുടെ മെറ്റീരിയലിന്. സാധാരണ കോട്ടൺ തുണിയാകുമ്പോൾ അത്രയ്ക്കധികം കട്ടി ഉണ്ടാവില്ല, ഇത് കുറച്ച് കട്ടിയുണ്ട്. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിങ്ങോട്ടേക്ക് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് മടച്ച് വെച്ചോ. ഇതിന് ശേഷം നമുക്ക് ഇത്രയും ഭാഗത്ത് നിന്ന് പിന്നാക്കം ഇങ്ങനെ എടുക്കുക. ഓക്കെ, ഇങ്ങനെ എടുത്തു, ഇത്രയും എടുത്തു. ഇനി എടുത്തിട്ട് നമുക്ക് ഈ ഒരു സൈഡ് ഇവിടെ സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യണം. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യണം. ശേഷം നമ്മൾ ഈ ഒരു സൈഡും ഇതുപോലെ ഇത് മാറ്റി ഇതിൽ ഈ ഭാഗം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ ഭാഗം അടിച്ചെടുക്കാം. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് വെൽക്രോൺ എന്ന് വെച്ചാണ് കേട്ടോ. ഇത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗം ഈ ഒരു ഭാഗം ഇരുമ്പും വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ഇവിടെ വയ്ക്കാം, ഈ ഒരു ഭാഗം ഇവിടെ വയ്ക്കാം. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിലിറ്റി ഉള്ളതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. എന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് വിടാം കേട്ടോ. നമ്മുടെ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കാർഡ്സൊക്കെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിവിടെ സൈഡ് ഇതേപോലെ ഇപ്പുറത്ത് കാർഡ്സ് കാര്യമുണ്ടെങ്കിൽ അപ്പുറത്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മളിൽ പൈസയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് ഈ ഒരു ഷെൽഫിൽ വയ്ക്കാം, പൈസയൊക്കെ ഇതിനകത്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഫോണൊക്കെ ഇതുപോലെ തന്നെ ഇതിനുള്ളിൽ താഴത്തെ റാക്കിൽ വയ്ക്കാം. അപ്പോൾ നമുക്ക് അതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ.